ദേശീയതലത്തിൽ പ്രധാനമായും ജമ്മു കശ്മീർ മൂന്നാം ഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കുകയാണ്. ഒപ്പം ആർജിക്കർ മെഡിക്കൽ കോളേജിലെ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നിർണായകമായ ഹർജി വരുന്നുണ്ട്. ഒപ്പം ഇന്നലെ കൊൽക്കത്തയിൽ ഡോക്ടർമാർ വലിയൊരു റാലി സംഘടിപ്പിച്ചിരുന്നു. ഏതായാലും വിശദമായി നോക്കാം. ആദ്യം ജമ്മു കശ്മീർ തെരഞ്ഞെടുപ്പ് എടുക്കുകയാണെങ്കിൽ 50 മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് ഇതിനോടകം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. ഈ 50 മണ്ഡലങ്ങൾ എന്ന് പറയുമ്പോൾ ആദ്യഘട്ടത്തിൽ 24, പിന്നീട് 26, ഇനി മൂന്നാം ഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കുമ്പോൾ പ്രധാനമായും 40 മണ്ഡലങ്ങളാണ് വിധി എഴുതുന്നത്. 90 മണ്ഡലങ്ങളാണ് ജമ്മു കശ്മീരിലുള്ളത്. അതിൽ 40 മണ്ഡലങ്ങൾ നാളെ വിധി എഴുതുകയാണ്. 7 ജില്ലകളിലായാണ് ഈ 40 മണ്ഡലങ്ങൾ കടക്കുന്നത്. അതായത് 4 ജില്ലകളിലെ മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് ജമ്മു മേഖലയിലാണ്. കശ്മീരിലേക്ക് വരുമ്പോൾ അവിടെ 3 ജില്ലകളിൽ നടക്കുന്നു. ഈ ജില്ല തിരിച്ചു നോക്കുകയാണെങ്കിൽ നാളെ വോട്ടെടുപ്പ് നടക്കുന്ന ജമ്മു മേഖലയിലെ മണ്ഡലങ്ങളുള്ളത് ജമ്മു, ഉദ്ധംപൂർ, ഒപ്പം തന്നെ സംബ, കഠുവ ജില്ലകളിലായാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. കശ്മീരിലേക്ക് വരികയാണെങ്കിൽ ബാരാമുള്ള, ബന്ദിപ്പോര, ഒപ്പം തന്നെ കുപ്വാര, വടക്കൻ കശ്മീരിലാണ് ഈ 3 ജില്ലകളുമുള്ളത്. ഏതായാലും വിവിധ വിഷയങ്ങൾ ഈ ഘട്ടങ്ങളിലൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമായി വന്നിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനമാണ് 370 റദ്ദാക്കിയതിനു ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പ്. അപ്പോൾ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക അധികാരം പദവി അടക്കം എടുത്തു കളഞ്ഞ അടക്കമുള്ള വിഷയങ്ങൾ നാഷണൽ കോൺഫറൻസും കോൺഗ്രസും PDPയും അടക്കമുള്ളവർ പ്രധാന ആയുധമാക്കുമ്പോൾ BJP മറുവശത്ത് ദേശീയത അടക്കമുള്ള വിഷയങ്ങളാണ് ചർച്ച ചെയ്തത്. ഒപ്പം ഭീകരവാദം വലിയ രീതിയിൽ പ്രചാരണ രംഗത്ത് ചർച്ചയായിട്ടുണ്ട്. ഒപ്പം തന്നെ ആധിപത്യം അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. ഏതായാലും മുൻകാലങ്ങളെ അപേക്ഷിച്ച് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനമില്ലാത്തൊരു തെരഞ്ഞെടുപ്പാണ് കശ്മീരിനെ സംബന്ധിച്ചിടത്തോളം കടന്നുപോയത്. കാരണം മാത്രമല്ല വലിയ രീതിയിലുള്ള പങ്കാളിത്തം ഈ തെരഞ്ഞെടുപ്പിനുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് 10 വർഷത്തിന് ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഇപ്പോൾ ആദ്യ 2 ഘട്ടം എടുക്കുകയാണെങ്കിൽ ഒന്നാം ഘട്ടത്തിൽ ഏതാണ്ട് 62% പോളിംഗ്, രണ്ടാം ഘട്ടത്തിൽ 58% പോളിംഗ്. സ്വാഭാവികമായും മൂന്നാം ഘട്ടത്തിലും വലിയൊരു പോളിംഗ് രാഷ്ട്രീയ പാർട്ടികൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും കശ്മീരിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ട വിധി എഴുതുകയാണ് നാളെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പ്രചാരണത്തിന് എത്തുകയും ചെയ്തിരുന്നു. ഇനി ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ജൂനിയർ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകവുമായി ബന്ധപ്പെട്ട നിർണായകമായ കേസ് ഇന്ന് സുപ്രീം കോടതിയിൽ വരുന്നുണ്ട്. അതിനു മുൻപായി ഇന്നലെ കൊൽക്കത്തയിൽ ഡോക്ടർമാർ ടോർച്ച് റാലി സംഘടിപ്പിച്ചിരുന്നു. ഈ ടോർച്ച് റാലിയിൽ പ്രധാനമായി അവർ ഉന്നയിച്ചത് ആവശ്യം ഒന്ന്, ഈ ബലാത്സംഗത്തിനായി കൊല്ലപ്പെട്ട ഡോക്ടർക്ക് നീതി ലഭിക്കണം, ഒപ്പം മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യം ഒരുക്കണം, സുരക്ഷിതമായ തൊഴിൽ സാഹചര്യം ഒരുക്കണം. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഇന്നലെ ടോർച്ച് റാലി സംഘടിപ്പിച്ചത്. ഏതായാലും ഡോക്ടർമാർ ഇപ്പോൾ സ്വീകരിച്ച നിലപാട് ഇന്ന് ഏതായാലും സുപ്രീം കോടതി ഹർജി പരിഗണിക്കുകയാണ്. അപ്പോൾ സുപ്രീം കോടതി ഹർജി പരിഗണിച്ച ശേഷം പൂർണ്ണമായും ജോലിയിൽ കയറാനുള്ള തീരുമാനത്തിലേക്ക് ഏതായാലും ഡോക്ടർമാർ ഈ ഘട്ടത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതൊക്കെയാണ് ദേശീയതലത്തിൽ പ്രധാനപ്പെട്ട വാർത്തകൾ. അപ്പോൾ രാഗേഷാണ് നമുക്കൊപ്പം ചേർന്നതും വാർത്തകളുടെ വിശദാംശങ്ങൾ നൽകിയതും. താങ്ക് യു.